കൊല്ലം ജില്ലയിൽ ഒരൊറ്റ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമേ ഉള്ളൂ. ഏതാണത്? ചെന്തരുണി വന്യജീവി സങ്കേതം. ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? നാഷണൽ പാർക്ക് പാമ്പാടുംചോല. ശരിയായ ഉത്തരം. നാലാമത്തത്, ഒരു പ്രത്യേക സസ്യത്തിന്റെ മാത്രം സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിൽ തന്നെ നിലവിൽ വന്ന ആദ്യത്തെ വന്യജീവി സങ്കേതം 2006 കേരളത്തിലാണ്. ഏതാണ് അതിന്റെ പേര്? കുറിഞ്ഞിമല. ശരിയായ ഉത്തരം. വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ പക്ഷി സങ്കേതത്തിന്റെ പേരാണ് പക്ഷിപാതാളം. ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി. ജനങ്ങളുടെ കൂടി സഹകരണത്തോടെയുള്ളതാണ് കമ്മ്യൂണിറ്റി റിസർവ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്, അത് കർണാടകയിലും തമിഴ്നാടിലും പിന്നെ കേരളത്തിലും കൂടെ ചേർന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് അതിന്റെ പേര്? തെന്മല. കർണാടക തമിഴ്നാടെല്ലാം കൂടെ വരുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. തെറ്റിപ്പോയി. വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷിത മൃഗം ഏതാണ്? ശരിയായ ഉത്തരം ആനയാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആറളം ഫാം. ശരിയായ ഉത്തരമാണ്. മഴനിഴൽ പ്രദേശം, റെയിൻ ഷാഡോ റീജിയൻ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു വന്യജീവി സങ്കേതം മഴനിഴൽ പ്രദേശത്താണ്. ഏതാണത്? ഇടുക്കിയിലെ ചിന്നാർ ആണ് ഉത്തരം. കോഴിക്കോട് ജില്ലയിലെ കൊളാവി പാലം ഏത് ജീവിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്? അറിയില്ല. ഒലീവ് റിഡ്ലി കടലാമകളാണ് കൊളാവി പാലത്തിൽ സംരക്ഷിക്കുന്നത്. 12ാമത്തെ ചോദ്യം, ആദ്യത്തെ പക്ഷി സങ്കേതം അത് തട്ടേക്കാടാണ് എന്നറിയാം. അതിന് ആരുടെ പേരാണുള്ളത്? ഡോക്ടർ സലീം അലിയുടെ പേരിലാണ്. 13ാമത്തത്, കേരളത്തിലെ ആദ്യത്തെ മുതല വളർത്തൽ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മുതല വളർത്തൽ കേന്ദ്രം നെയ്യാറാണ് മുതലകൾക്ക് പ്രശസ്തം. ഉത്തരം തെറ്റാണ്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണെന്നറിയാം. ചോദ്യം ഇതാണ്, പേപ്പാറ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? തിരുവനന്തപുരം ജില്ലയിലെ കരമനയാർ എന്നുള്ളതാണ് ഉത്തരം. കേരളത്തിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്ര? 2. ശരിയായ ഉത്തരം. ഏറ്റവും അവസാനത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കേരളത്തിൽ ഏറ്റവും പുതുതായി രൂപം കൊണ്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്? കരിമ്പുഴ. ശരിയായ ഉത്തരമാണ്. പെരുവണ്ണാമുഴി ഡാം വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. നിങ്ങൾ പെരുവണ്ണാമുഴി ഡാം സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിലാണ്? മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ. ജോർജ് ആൽഫ്രഡ് ബേക്കർ ഒരു റബ്ബർ പ്ലാന്റർ കൂടിയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ഒരു